അതെന്താ അതെന്താ എനിക്ക് ആരാധകരുണ്ടായ എന്താ കുഴപ്പം? അല്ല, എത്ര വന്നാലും ഒരു സിനിമാ നടനോട് തോന്നുന്ന അത്ര ആരാധന ഒരു ആർജനോട് തോന്നുന്നു ഒരാൾക്ക്. അത് സിനിമാടന്മാരുടെ കാര്യത്തിലല്ലേ, അതിനാ നീ പറയുന്നത്? ഞാൻ നടനാവല്ലോ. ആവുമ്പോഴല്ലേ? ഈ ആവുമ്പോഴല്ലേ എന്ന് പറയാൻ അത് അത്ര വിദൂരത്തൊന്നും അല്ലല്ലോ. ആണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും ഈ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഫേമസ് ആകാനുള്ള ഭാഗ്യം എനിക്ക്. അത് ഞാൻ സ്റ്റാർ ആവുന്നവരേ ഉള്ളൂ. മതി, അത് മതി. അപ്പൊ പിന്നെ 10-30 വർഷത്തേക്ക് പേടിക്കണ്ടല്ലോ. അതെന്താ, അത് കഴിഞ്ഞ് ഞാൻ രക്ഷപ്പെടുള്ളൂ? അല്ല, ഒരു ഇരുത്തം വന്ന നടനാവാൻ ഏതാണ്ട് അത്രയും കാലം കഴിയേണ്ടി വരുമല്ലോ. എടാ മതി, ഒരു റേഡിയോ ജോക്കി ആയിന്ന് കരുതി നീ ഇത്ര നെകളിക്കൊന്നും വേണ്ടാ. നെകളിക്കാതെ പിന്നെ ഓഫീസിലെ ക്യാബ് സർവീസ്, 15,000 സാലറി, നല്ല AC ഓഫീസ്, ആകെ 2 മണിക്കൂർ ജോബ് ടൈം, പിന്നെ നിറച്ച ആരാധകർ, അതും ലേഡീസ്. പിന്നെ എങ്ങനെ നെകളിക്കാതിരിക്കുക എന്റെ ആനന്ദ് മോനെ? എന്താ ഒന്നും പറയാനില്ല? പറയടാ 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 പറ, എന്തേലും പറ. ഹാപ്പി ന്യൂസ്, ഹാപ്പി ന്യൂസ്. എന്താ, എന്റെ ഡയറക്ടേഴ്സ് ആരെങ്കിലും നിന്നെ നമ്പർ മാറി വിളിച്ചാ? അയ്യടാ ഇല്ല, നിന്നെ തിരക്കി ആരും വിളിച്ചിട്ടില്ല. പിന്നെ ആരായിരുന്നു? സാജനായിരുന്നു ഫോണില്? അതൊന്നല്ല വിളിച്ചത്, ഞാൻ പറയട്ടെ. അനാവശ്യ ബിൽഡപ്പ് ഈടായിട്ട് നിന്റെ സ്ഥിരം പണിയാട്ടോ. പറു, ഒന്ന് വേഗം പറ. എന്നാ കേട്ടോ, എന്റെ സിസ്റ്റർ പവിത്ര ഒരാഴ്ച എന്റെ കൂടെ ഇരിക്കാനായി കൊച്ചിനിലേക്ക് വരുന്നു. അയ്യേ, ഇതാണ് ഹാപ്പി ന്യൂസ്. എന്താ ടോണി, ഇത് ഹാപ്പി ന്യൂസ് അല്ലേ? ആണോന്നോ? ഇതിൽ ഒരു ഹാപ്പി ന്യൂസ് ഇനി ഇവിടെ കേൾക്കാനില്ല. കേട്ടോ ആനന്ദ്? കേട്ടു. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമോ എന്തോ. എന്താ? അല്ല, റേഡിയോ ജോക്കിന്റെ ഓരോ കളികൾ എല്ലാവരും ഇനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതാ. പാറു, പവിത്ര എപ്പോഴാ വരുന്നേ? നാളെ. അതാണ് ഇപ്പത്തെ പ്രശ്നം. എന്ത്, നാളെ വരുന്നോ? എന്നാ പിന്നെ ഇപ്പൊ തന്നെ എങ്ങ് പോരാൻ പറയാത്തത്? അതല്ലടാ, നാളെ ഏർലി മോർണിംഗ് അവളോട് എത്തും. അവൾ എങ്ങനെ ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ ആലോചിക്കുന്നേ. എന്താ പാറു ഇത്? നീ ഞങ്ങളെയൊക്കെ അന്യരായിട്ടാണോ കണക്കാക്കിയിരിക്കുന്നത്? നിന്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക്, അല്ല ഞങ്ങൾക്കാരാ? പെങ്ങള് അല്ലാണ്ടാരാ? അത് നിനക്ക്. അപ്പോ ഒരു തർക്കമില്ല, രാവിലെ ഞാൻ പോയി പിക്ക് ചെയ്യാം. വേണ്ട, ഞാൻ റോഷനോട് പറഞ്ഞോളാം. എന്തിനാ നിന്നെ ഞാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നേ? പാറു, ഇതൊക്കെ എനിക്കൊരു ബുദ്ധിമുട്ടാണോ? നിനക്ക് അറിഞ്ഞൂടെ എന്റെ ക്യാരക്ടർ? നിന്റെ ക്യാരക്ടർ എനിക്ക് നല്ലപോലെ അറിയുന്ന കാരണമാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അത് പൊട്ടി. യോ ടോണി മോൻ ഇതൊന്നും ചെയ്യണ്ട, ഇതൊക്കെ ചിഞ്ചു ചെയ്തോളാ. എന്തൊരു പരീക്ഷണമാണെന്ന് നോക്കി റോഹിച്ചന്റെ ഓരോ ലീലാവിലാസങ്ങള്. യോ റോയിച്ച് സ്വന്തം ചേട്ടനല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. എന്റെ ചേട്ടനെ കുറിച്ച് എന്തൊക്കെ പറയണം പറയണ്ടെന്നേ ഞാനാ, നീ അല്ല തീരുമാനിക്കുന്നത്, കേട്ടല്ലോ? എന്തായാലും ടോണി മോൻ അറിയാലോ, എന്റെ അഭിപ്രായമല്ല ടോണി മോന്റെ അഭിപ്രായമാണ് എനിക്ക് വലുതെന്ന്. ചിജു, കൈ കസ്റ്റമേഴ്സ് മനുഷ്യനെ നാണം കെടുത്തി അടങ്ങുന്ന വെച്ചാ എന്താ ചെയ്യാ? പിടി. അതെ, എനിക്കൊരു ഹോം ഡെലിവറി ഉണ്ട്. രണ്ടുപേരും വഴക്ക് കൂടാതെ കോഫി ഷോപ്പ് നോക്കിക്കോളൂലേ? എനിക്ക് ധൈര്യമായിട്ട് പോവാലോ? അങ്ങനെ ഇപ്പൊ പോകണ്ട. അല്ല, ഈ കോഫി ഷോപ്പിന്റെ ഓണർ ഞാനാണോ അത് നീയാണോ? രണ്ടുപേരും അല്ല, റോയിച്ചനാ. അല്ല, എന്താ കാര്യം? പോടാവുന്നു, ഞങ്ങൾക്കും ഉണ്ട് ഇതിൽ അവകാശം, കേട്ടാ? അല്ല, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ല. വിനി, നീ ഏത് അർത്ഥത്തിലാക്കിയാലോ അത് അങ്ങനെ തന്നെ, കേട്ടല്ലോ? ആയിക്കോട്ടെ. അല്ല, എനിക്കൊരു ഡെലിവറി ഉണ്ടായിരുന്നു, എന്നാ ഞാനങ്ങോട്ട്. ആ മതി മതി, ഞാൻ ചെല്ല്. ആ പിന്നെ ഞാൻ ഇടയ്ക്ക് വിളിക്കാം. വണ്ടി പഞ്ചറായെന്ന് പറഞ്ഞ പോലെ സിനിമയ്ക്ക് കയറി ഇരുന്നാലുണ്ടല്ലോ, ഞാൻ റോഷനോട് പറഞ്ഞു കൊടുക്കും, കേട്ടല്ലോ? ഓഹോ, അപ്പൊ അതിനിടയ്ക്ക് ഇങ്ങനെ ചില കളികളൂടി ഉണ്ടല്ലേ? ശരിയാക്കി തരാം. മതി മതി, വേഗം ചെല്ല്. പോ, തിരിച്ചു വന്നിട്ട് പണിയുള്ളതാ. ശരി, ഉത്തരവ്. പടാ, വായി നോക്കി. ദൈവമേ, ഭ്രാന്തിയ വല്ലോം വെച്ചെറിഞ്ഞ വേഗം സ്കൂട്ടാവുന്ന കുട്ടി. നമുക്ക് ഈ കോഫി ഷോപ്പ് നന്നായി നോക്കി നടത്തണം, അല്ലേ ടോണി മോനെ? ആരാ ടോണി മോനെ? നിന്റെ വീട്ടിനടുത്തുള്ള ആ ബേക്കറിക്കാരല്ലേ, മുരളി. ഞാൻ പോരാ. ഹലോ അനു, ഞാൻ ഒരുപാട് തവണ അങ്ങോട്ട് ട്രൈ ചെയ്തിരുന്നു, പക്ഷെ കിട്ടിയില്ല. സോറി. കള്ളം പറയണ്ട, നീ എന്നെ മറന്നു. ഇപ്പൊ വലിയ റേഡിയോ ജോക്കി അല്ലേ? ആരായാലും ഞാൻ നിന്റെ പഴയ ടോണി അല്ലടാ. അയ്യടാ, അതിനിപ്പോ നീ ആരായെന്നാ? നീയല്ലേ പറഞ്ഞത് ഞാൻ വലിയ ആളായെന്നൊക്കെ? ആഹാ, നീ അത് കാര്യമായിട്ട് എടുത്തോ? ഞാൻ ഒരു കോമഡി പറഞ്ഞല്ലേ? വേണ്ട വേണ്ട, ബാംഗ്ലൂർക്കൊക്കെ പോയിട്ടും നിന്റെ ആറ്റിറ്റ്യൂഡിനോട് ചേഞ്ച് വന്നിട്ടില്ലല്ലോ. അതിന് ഞാൻ നീ അല്ലല്ലോ ടോണി. ഞാൻ എപ്പോഴും ഇങ്ങനെ ആയിരിക്കും. ഇനി നീ മാറാണ്ടിരുന്നാ മതി, കേട്ടോ? അപ്പൊ ശരി, ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സെയിം ഹിയർ ഡാ. ശരി.
ദേ ടോണി, ഞാൻ പിന്നെ വിളിക്കാം. എനിക്ക് ഇത്തിരി വർക്ക് ഉണ്ട്. ഓക്കെ ഓക്കെ ശരി ബൈ. ഞാൻ ഈവനിങ് വിളിക്കാം. ഓക്കെ ബൈ. ബൈ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? പറയാം, ചോദിച്ചോ. ടോണിമോൻ ഒരുപാട് ഗേൾസിന് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? എന്താ അനുവിനോട് മാത്രം പ്രത്യേക ഒരു ഇഷ്ടം? ചിഞ്ചു, അത് പറഞ്ഞാൽ മനസ്സിലാക്കാനും വേണം കുറച്ച് ബുദ്ധിയും വിവരമൊക്കെ. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവാത്തതാണെങ്കിലും ടോണിമോൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. പറ പ്ലീസ്. ശരി, ഈ സ്നേഹം ഇഷ്ടമെന്നൊക്കെ പറയുന്നത് മനസ്സിൽ നിന്നുണ്ടാവേണ്ടത്. മറ്റാരോടും തോന്നാത്ത ഒരിത് എനിക്ക് അനുവിനോട് തോന്നാനുള്ള കാരണം അവളുടെ ഇന്നസെൻസ്, അപ്പിയറൻസ്, ക്യാരക്ടർ. പിന്നെ ഞാനെന്നല്ല ആര് പ്രപ്പോസ് ചെയ്താലും തൻ്റേത് മാത്രമായിട്ടുള്ളൊരു ഡിസിഷനും ഒരു മറുപടിയും ഒക്കെ ഉണ്ടാവും. അങ്ങനെ പലതും. ടോണിമോന്റെ ഒരു ഇഷ്ടം നേടാൻ പറ്റിയ അനു ഭാഗ്യവതിയാ. കൊതിയാവുന്നു. ഇതിന്റെ പേരെ കൊതിന്നല്ല, അസൂയ. എന്താ അസൂയ?